എന്നോട് എൻ്റെ ബ്രദറിലെ സിനിമാ നടനായിരുന്ന സുധീർ എന്നെ ഒന്ന് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ സുധീർ ഇവിടെ ഒരു സിനിമ ഷൂട്ടിങ്ങിന് വന്നു. ഞങ്ങളുടെ 2 സുഹൃത്തുക്കളുമായി അദ്ദേഹത്തെ സംഘടിപ്പിച്ച് ഒരു കാറിൽ, വേറൊരു സുഹൃത്തിൻ്റെ കാറിൽ, അത് കോളേജ് പഠിക്കുന്ന സമയമാണ്, കാറൊന്നുമില്ല, കാറിൽ അദ്ദേഹത്തെ കൊണ്ട് ഇവിടെ നിന്ന് യാത്ര തിരിച്ചു. അദ്ദേഹത്തെ സിനിമാ നടനായതുകൊണ്ട് ഇന്ന് അദ്ദേഹം ഇല്ല, മരിച്ചുപോയി. സിനിമാ നടനായതുകൊണ്ട് ചില്ലറ പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്ക്. പക്ഷെ എന്നാലും അദ്ദേഹത്തെ കൊണ്ട് യാത്ര ചെയ്തു. അവിടെ അലക്സാണ്ടർ ജേക്കബ്, പ്രൊഫസർ തുമ്പമൺ തോമസിയാണ്, അന്തരിച്ചു പോയ തുമ്പമൺ തോമസ്, അങ്ങനെ തുടങ്ങിയ വിശിഷ്ടരായ സാഹിത്യകാരന്മാരൊക്കെ ആയിട്ട് സമ്മേളനം ആയിട്ട് വെയിറ്റ് ചെയ്യാൻ ഞങ്ങളിവിടെ 4 മണിക്ക് തിരിച്ചു. അവസാനം അവിടെ എത്തിയത് രാത്രി 11 മണിക്കാണ്. 11 മണിക്കും മുഴുവൻ ആൾക്കാരും വെയിറ്റ് ചെയ്ത് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് തിരിച്ചിവിടെ എത്തിയപ്പോൾ വൈകുന്നേരം രാവിലെ 5 മണിയായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓർമ്മ കൂടി ഇപ്പം പങ്കുവയ്ക്കുകയാണ്. എന്തായാലും ഈ ചടങ്ങിൽ അദ്ദേഹത്തെ കിട്ടിയാൽ വളരെയധികം സന്തോഷമുണ്ട്. ശ്രീ അലക്സാണ്ടർ ജേക്കബിനെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ, ഈ ഈദ് സന്ദേശം നൽകുവാൻ വേണ്ടി ഞാൻ ആദരപൂർവ്വം നിങ്ങളുടെ എല്ലാം പേരിൽ ക്ഷണിക്കുന്നു. എൻ്റെയും നജീബിൻ്റെയും ഗുരുനാഥനായ ഡോക്ടർ ജാഫർ വടക്കൂർ സാർ അവരുടെ, ബഹുമാനിയായ ജഡ്ജി ശ്രീദേവി മാഡം അവരുടെ, വേദിയുടെ ഉപവിഷ്ടരായ ശ്രേഷ്ഠ വ്യക്തികളെ, ഈ വലിയ സദസ്സിനെ അലങ്കരിക്കുന്ന ഏവരുമേ, വളരെ സന്തോഷത്തോടെയാണ് എൻ്റെ സഹപാഠിയുടെ ക്ഷണം സ്വീകരിച്ച് ഞാനിവിടെ എത്തിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളിൻ്റെ ഒരു സന്ദേശം നൽകാനാണ് ഞാനിവിടെ വിളിക്കപ്പെട്ടത്. ഈദ് ഉൽ ഫിത്തറിൻ്റെ വലിയ സന്ദേശം. ഈദ് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം ഫീസ്റ്റ് അല്ലെങ്കിൽ ഫെസ്റ്റിവൽ എന്നാണ്. ജനങ്ങൾക്ക് സന്തോഷത്തിൻ്റെതായ ഒരു ഉത്സവമാണ് ഈദ് എന്ന് പറയുന്നത്. ആ ഈദിന് മറ്റ് 2 പേരുകളിലും കൂടി അത് അറിയപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇറാഖിൽ ചെല്ലുമ്പോൾ അതിനെ ഈദ് സലേഹ എന്നാണ് വിളിക്കുന്നത്. സന്തോഷത്തിൻ്റെ പെരുന്നാൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഈദ് സന്തോഷം കൊണ്ടുവരേണ്ട ഒരു പെരുന്നാൾ. എന്നാൽ തുർക്കി ദേശത്ത് ചെല്ലുമ്പോൾ അതിനെ വിളിക്കുന്നത് ഈദ് ബൈറാം എന്നാണ്. അതായത് അനുഗ്രഹത്തിൻ്റെതായ ഫെസ്റ്റിവൽ എന്നാണ്. അപ്പോൾ അത് ആഘോഷമാണ്, അതേസമയം തന്നെ സന്തോഷവും അനുഗ്രഹവും കൊണ്ടുവരേണ്ട ഒരു പെരുന്നാളാണ് എന്ന് അതിൻ്റെ 3 രൂപത്തിൽ അത് വിളിക്കപ്പെടുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിനെ പറ്റിയുള്ള നിയമം പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കുന്നത് മദനി എന്ന് പറയുന്ന ഭാഗത്താണ്. പരിശുദ്ധ ഖുർആന് 2 ഭാഗങ്ങളുണ്ട് നമുക്കറിയാം, മക്കി ആൻഡ് മദനി. അദ്ദേഹം മക്കയിലുണ്ടായിരുന്ന കാലത്ത് ഉണ്ടാക്കിയ നിയമങ്ങളാണ് മക്കി എന്നറിയപ്പെടുന്നത്. അദ്ദേഹം മദീനയിലുണ്ടായിരുന്ന കാലത്ത് ഉണ്ടാക്കിയ നിയമങ്ങളാണ് മദനി എന്നറിയപ്പെടുന്നത്. ആ മദനി നിയമങ്ങളുടെ കൂട്ടത്തിലാണ് ഈദിനെ പറ്റിയുള്ള വളരെ സുപ്രധാനമായ നിയമങ്ങൾ അദ്ദേഹം രൂപപ്പെടുത്തിയത്. അദ്ദേഹം ഒരാണ്ടിൽ 2 ദിവസങ്ങൾ സന്തോഷത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്ന് തീരുമാനിക്കുകയും അത് ഈദുൽ ഫിത്തറും ഈദുൽ സഹായും ആയി തീരുമാനിച്ച് മാറ്റുകയാണ്. ആ 2ൻ്റെയും വലിയ പെരുന്നാളിൻ്റെയും ചെറിയ പെരുന്നാളിൻ്റെയും കഥയും ചരിത്രവും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷെ ഒരാണ്ടിൽ 2 ദിവസമെങ്കിലും മനുഷ്യൻ യാതൊരു ദുഃഖവും അറിയാതെ ജീവിക്കണം എന്ന ആ വലിയ സങ്കല്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതെങ്ങനെ ആചരിക്കണമെന്ന് നിങ്ങൾ പലരും ആചരിച്ചിട്ടുള്ളതുകൊണ്ട് ആവർത്തനോട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ ആചരിക്കാൻ വേണ്ടി പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കിയ നിയമങ്ങളിൽ 6-7 എണ്ണം എന്നെ വളരെ ഹഠാത് ആകർഷിച്ച നിയമങ്ങളാണ്. അതിലേറ്റവും ആദ്യത്തത് ഈദിൻ്റെ ദിവസം മുഴുവൻ ദിവസവും ഏറ്റവും ആദ്യമായി അദ്ദേഹം പറഞ്ഞത് ഒരൊറ്റയാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ളതാണ്. 30 ദിവസം റംസാന്റെ നോയമ്പ് ആചരിച്ച് തീർത്ത ഒരു ജനതയോട് പരിശുദ്ധ പ്രവാചകൻ കൽപ്പിക്കുകയാണ്, ഈ ദിവസം നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ അയൽപക്കത്തോ ഒറ്റയാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല എന്നാണ്. ഇത് ലോകചരിത്രത്തിൽ പോലും വേറെ എങ്ങും കേൾക്കാൻ പാടില്ലാത്തൊരു ഒരു വലിയ നിയമമാണ്. നമ്മൾ സ്വയം പട്ടിണി കിടക്കാൻ പാടില്ല, നമ്മുടെ വീട്ടിലാരെങ്കിലും പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ളവർ നമുക്ക് മനസ്സിലാവും. നമ്മുടെ അയൽവക്കത്താരെങ്കിലും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾക്ക് എത്ര വരെ അറിവുള്ള സ്ഥലങ്ങൾ ചുറ്റുമുണ്ടോ ആ ഒരൊറ്റ സ്ഥലത്ത് ഒരു മനുഷ്യൻ പോലും
പട്ടിണി കിടക്കാൻ പാടില്ല എന്നാണ്. ഇത് അതിശ്രദ്ധേയമായ ഒരു നിയമമാണ്. മനുഷ്യന്റെ പട്ടിണിയിൽ നിന്ന് മാറ്റി ക്ഷേമപരമായ സന്തോഷത്തിന്റെ ഒരു ദിവസമായി അത് ആഘോഷിക്കാൻ വേണ്ടി അത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി ആ ഈദ് ആഘോഷിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായി അദ്ദേഹം നിയമം ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് പരസ്പരം ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഒരു ദിവസമാണ്. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ കർത്തൃ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അതിനൊരു വാചകം എഴുതി വെച്ചിരുന്നു: ഞങ്ങളുടെ അയൽക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ്. ഇത് ഇൻഡയറക്റ്റ് ആയ ഒരു കണ്ടീഷനാണ്. നമുക്ക് പാപം ക്ഷമിക്കണമെങ്കിൽ നമ്മുടെ അയൽക്കാരനോട് പാപം ക്ഷമിച്ചിരിക്കണം. അത് സെൽഫായിട്ടുള്ള ഒരു നിയമമാണ്. എന്നാൽ പരിശുദ്ധ പ്രവാചകൻ ഈദിന്റെ നിയമം എഴുതി വെച്ചിരിക്കുന്നത്: നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ ദേശത്ത് ആരോടെങ്കിലും ശത്രുത ഉണ്ടാകുമെന്ന് തോന്നുകയോ, നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തതായിട്ടോ നിങ്ങൾ അങ്ങോട്ട് തെറ്റ് ചെയ്തതായിട്ടോ തോന്നുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈദിന്റെ അന്ന് രാവിലെ ആ ആളിൻ്റെ അടുത്ത് പോയി ആ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കുകയും, അങ്ങനെ ഒരാൾ ക്ഷമ ചോദിച്ചാൽ 100% ആ ക്ഷമ കൊടുത്തിരിക്കുകയും വേണം. കൊടുക്കാതിരുന്നാൽ അത് പാവമാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ പാവമാണ് എന്ന്. അപ്പൊ നമുക്കൊരാളോട് ഇച്ചിരി വൈരാഗ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിരോധം ഉണ്ടെങ്കിൽ, ഒരാണ്ടിനകം അത് പോകാൻ പാടില്ല. ഈദിന്റെ അന്ന് രാവിലെ ആ ആളിൻ്റെ അടുത്ത് ചെന്നിട്ട്: എടോ, നിന്നെയാന്ന് ഞാൻ ചീത്ത വിളിച്ചില്ലേ, നീ എന്നോട് ക്ഷമിച്ചേക്കണം, ഞാൻ നിന്നോട് ഒരു തെറ്റ് കാണിച്ചിട്ടുണ്ട്, നീ അതെന്നെ ക്ഷമിച്ചേക്കണം. അപ്പൊ പരസ്പരം അങ്ങോട്ട് പോയി ആ ക്ഷമ ചോദിക്കാനുള്ള തയ്യാറെടുപ്പ് തന്നെ 30 ദിവസത്തെ റംസാൻ നോയമ്പ് നോക്കിയെങ്കിൽ ഒരു മനുഷ്യന് അത്രയും മാനസികമായ വളർച്ചയുണ്ടാവും. അങ്ങനെ പോയി അവന് ക്ഷമ ചോദിക്കണം. ക്ഷമ ചോദിച്ചാൽ മറ്റേയാൾ ക്ഷമിച്ചിരിക്കണം. ക്ഷമിക്കാതിരിക്കുന്നത് അള്ളാഹുവിന്റെ പാവമാണ്. ഇത് ശരിക്കും നടപ്പാക്കിയാൽ ഒരു കോടതിയുടെ ആവശ്യം ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല. ഗവൺമെന്റ് ഒക്കെ മുഴുവൻ ഒരു ആണ്ട് കൊണ്ട് തീർത്തി. നമ്മുടെ സുപ്രീം കോടതിയിലെ മുഴുവൻ കേസ് കൊണ്ട് അന്നരാവിലെ കേസ് വിട്ടുപോയത്. ആ പരവുമാണ് ഇതിന്റെ നിയമപരത്തെ പ്രവാചകൻ വെച്ചിരിക്കുന്നത്. അപ്പൊ പാവപരിഹാരത്തിൻ്റെതായ അല്ലെങ്കിൽ തർക്കപരിഹാരത്തിൻ്റെതായ രണ്ടുപേരും തമ്മിൽ സ്പർദ്ധയുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുവാനുള്ള ഒരു വലിയ ദിവസമായി ഈ ഈദിനെ പ്രവാചകൻ കൽപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമതായി എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നിയമം: കഴിവുണ്ടെങ്കിൽ ഈദ് ആഘോഷിക്കേണ്ടത് തുറന്ന മൈതാനത്തിലായിരിക്കണം. ഒരു വീടിനകത്ത് വാങ്ങിക്കാൻ പാടില്ല. മുസ്ലിം പള്ളി ഉണ്ടെങ്കിൽ പോലും പള്ളിയുടെ പുറത്ത് ഈദ്ഗാഹ അല്ലെങ്കിൽ ഈദിന്റെ തുറന്ന മൈതാനത്തിൽ വെച്ചാണ് ഈദ് പ്രാർത്ഥിക്കാൻ. ഞാനിത് വായിച്ചപ്പോൾ ആദ്യം ചിലപ്പോൾ അത്ഭുതപ്പെട്ടു. ഇങ്ങനൊരു നിയമമോ? മുസ്ലിം പള്ളിയോടൊപ്പം മുസ്ലിം പള്ളിക്ക് അകത്ത് വെച്ച ഈദ് ആഘോഷിച്ചാൽ പോരെ എന്നുള്ളതാണ്. പരിശുദ്ധ പ്രവാചകൻ വളരെ സുന്ദരമായിട്ടാണ് അതിന്റെ അർത്ഥം കൽപ്പിച്ചിട്ടുള്ളത്. കാരണം ഈദ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ മുകളിൽ ഈശ്വരനല്ലാതെ വേറെ ആരോടും നമ്മൾ ആൻസറബിൾ അല്ല എന്നുള്ളതാണ്. യു ആർ ആൻസറബിൾ ഓൺലി ടു ഗോഡ്. നിങ്ങൾക്കും അല്ലാഹുവിനിടയ്ക്ക് യാതൊരു ബാനറും പാടില്ല. യു ആർ ആൻസറിങ് ഡയറക്ട്ലി ടു ഹിം. അത്ഭുതകരമായ ഒരു നിയമമാണ് അത്. നമുക്ക് നമ്മുടെ മുകളിൽ നമ്മുടെ സീനിയേഴ്സോ, നമ്മുടെ ഗുരുക്കന്മാരോ, നമ്മുടെ ഗവൺമെന്റോ, നമ്മുടെ മുനിസിപ്പാലിറ്റിയോ, ഇങ്ങനെ പലരും നമ്മളെ ഭരിക്കുന്നു എന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ ഈദിന്റെ പരിശുദ്ധമായ ദിവസത്തിൽ നിങ്ങളുടെ മുകളിൽ നിങ്ങളുടെ വിധി നിർണയിക്കുവാൻ അള്ളാഹു അല്ലാതെ ഒരു മനുഷ്യനും ഇല്ല. ആയതിനാൽ ഈദ് ആഘോഷിക്കുമ്പോൾ അത് തുറന്ന സ്ഥലത്ത് വെച്ച് നേരിട്ട് അള്ളാഹുവിന്റെ താഴെ നിന്ന് വേണം ഈദ് ആഘോഷിക്കാൻ എന്നാണ്. നാലാമതായി അതിസുന്ദരമായ മറ്റൊരു നിയമം അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഈദ് ആഘോഷിക്കാൻ പോകുന്ന ആള് കാലിൽ യാതൊരു ചെരുപ്പോ കാലിനെ സംരക്ഷിക്കാനുള്ള ഒരു സംഗതിയോ ഇല്ലാതെ വേണം നടന്ന് ഈദ്ഗാഹിൽ ചെല്ലാൻ എന്നാണ്. നമ്മുടെ കാലിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ, എന്തെങ്കിലും ചെരുപ്പിടുകയോ ഒരു ചപ്പലിടുകയോ ഒക്കെ ചെയ്തിട്ട് പോകുന്ന കാലിന് സുഖം ഉണ്ടാവും. പക്ഷെ പരിശുദ്ധ പ്രവാചകൻ എന്തിനാണ് ഈദ് ആഘോഷിക്കാൻ നേരം ഒരു ചെരുപ്പ് ഇടാൻ പാടില്ല എന്ന് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നത്? പ്രവാചകൻ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കൽപ്പനയാണ്. ആ കൽപ്പനയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കും ഈ ഭൂമിയുടെ ഇടയ്ക്ക് ഒരു സിംഹാസനമോ ഒരു കസേരയോ ഒന്നും പാടില്ല. ഈദ് ആഘോഷിക്കാൻ പോകുന്നവൻ തറയിൽ നിന്ന് ആഘോഷിച്ചാണ്. അവന്റെ തറയിൽ അവന്റെ കാലും ഭൂമിയുമായി ഇമ്പർമേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാകുമ്പോൾ, ഒരു ചെരുപ്പുണ്ടാകും, ഒരു ചപ്പലുണ്ടാകുമ്പോൾ. അപ്പോൾ മനുഷ്യൻ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഭൂമിയുടെ മുകളിൽ അവൻ എങ്ങനെ നിൽക്കുന്നുവോ അതുകൊണ്ട് ആ ഭൂമിയിൽ അവൻ ഒരു ചെരുപ്പിടാതെ നിന്നിട്ട് വേണം ഈദ് ആഘോഷിക്കുവാൻ എന്നുള്ളതാണ്. അഞ്ചാമത്തെ ഒരു നിയമം
എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയൊരു നിയമമാണ്. അതെന്താന്ന് ചോദിച്ചാൽ, ഈദിന് പ്രാർത്ഥിക്കാനായി ഇരിക്കുമ്പോൾ വലിയവനും ചെറിയവനുമായി ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ പാടില്ല. ഒരു മഹാന്മാരുടെ ക്യൂവും ഫോം ചെയ്യാൻ പാടില്ല. ഒരു VIP സീറ്റോട് അറേഞ്ച് ചെയ്യാൻ പാടില്ല. എല്ലാവരും തുല്യരാണ്. ഞങ്ങളുടെ പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മഹാന്മാരായ ആളുകൾക്ക് ഇരിക്കാൻ ഒരു പ്രത്യേക കസേര ഉണ്ടാവും. ഞങ്ങളുടെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ വല്യപ്പന് ഇരിക്കാൻ ഒരു പ്രത്യേക കസേര ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടുത്തെ ഒരു ഫ്യൂഡൽ ലാൻഡ് ലോഡാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാൻ ഒരു പ്രത്യേക കസേര. ബാക്കിയെല്ലാം താഴെ ഇരിക്കും. പക്ഷേ വല്യപ്പൻ അവിടെ അലങ്കരിച്ച കസേരയിൽ ഇരിക്കും. മറ്റു പല സ്ഥലത്തും ചെന്നാൽ, ശബരിമല ചെന്നാൽ ഉണ്ടൊരു VIP ക്യൂ. അയ്യപ്പനെ കാണാൻ വേണ്ടി VIP ഉള്ളൊരു പ്രത്യേക ക്യൂ ആണ്. അത് അറേഞ്ച് ചെയ്യാൻ പോലീസുകാർ വേറെ. എല്ലാ സ്ഥലത്തും VIPയും അല്ലാത്തവരും തമ്മിലൊരു വ്യത്യാസം. ഈദിന്റെ ദിവസം രാജാവും പ്രജയും തമ്മിൽ, ഗുരുവും ശിഷ്യനും തമ്മിൽ, പണക്കാരനും പാവപ്പെട്ടവരും തമ്മിൽ യാതൊരു വ്യത്യാസവും പാടില്ല. എവരി വൺ ഈസ് ഈക്വൽ. മഹാഭാരതത്തിലൊരു കഥയുണ്ട്. പാഞ്ചാലനും ദ്രോണരും സഹപാഠികളായിരുന്നു. ദ്രോണർ പാവപ്പെട്ട ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച പയ്യനായിരുന്നു. പാഞ്ചാലൻ പറഞ്ഞു, കുറെ കാലം കഴിയുമ്പോൾ ഞാൻ രാജാവ് അവിടെ ദ്രോണ, നീ പേടിക്കൊന്നും വേണ്ട, നീ അങ്ങ് വന്നിരുന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞ് പാഞ്ചാലൻ രാജാവായി. ദ്രോണർക്ക് ദാരിദ്ര്യമായി. അശ്വത്ഥാമാവന് പാല് മുഴുവൻ വെച്ചു കൊടുക്കാൻ പൈസ ഇല്ല. അവസാനം സഹപാഠി ഒന്ന് കാണാമെന്ന് വിചാരിച്ച ദ്രോണരോട് ചെന്നു. പാഞ്ചാലൻ ദ്രോണരെ ആക്ഷേപിച്ചു. പണ്ഡിതോന് ബന്ധു പാമര. പണ്ഡിതനും പാമരനും തമ്മിൽ സുഹൃത്തുക്കളാവാൻ പാടില്ല. രാജാവും പ്രജയും തമ്മിൽ സുഹൃത്തുക്കളാവാൻ പാടില്ല. 4 കണ്ടീഷൻ വെച്ച് ഈ ദ്രോണരോട് ഈ പാഞ്ചാലൻ. എന്നിട്ട് ആ മനുഷ്യനെ ഇറക്കി വിട്ടു. പാഞ്ചാലനെ അവസാനം അർജുനനെ വിട്ട് പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നു ദ്രോണർ, വൈരാഗ്യം തീർക്കാൻ വേണ്ടി. ഇതാ പരിസ്ഥ പ്രവാചകരുടെ നിയമം ഉണ്ടാക്കിയിരിക്കുന്നു. ഈദ് ആഘോഷിക്കുന്ന സമയത്ത് ഒരു സെപ്പറേറ്റ് കൺസിഡറേഷൻ ആർക്കും പാടില്ല. സ്ത്രീകൾക്കുൾപ്പെടെ അതിൽ പങ്കെടുക്കാം. രാജാവ് വന്നാലും കൊള്ളാം, മുഖ്യമന്ത്രി വന്നാലും കൊള്ളാം, പണക്കാരൻ വന്നാലും കൊള്ളാം. എല്ലാവരും ഒരേ ക്യൂ, ഒരേ സ്ഥലത്ത് ചെരുപ്പില്ലാതെ. രാജാവിന് പാതകങ്ങളും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ രാജാവ് അവിടെ വരാൻ. എന്നിട്ട് ഒരുമിച്ച് അവിടെ മുട്ടുകുത്തി നിസ്കരിച്ച് ആഘോഷിച്ചിട്ട് പൊയ്ക്കൊള്ളണം എന്നുള്ളതാണ്. കാർൽ മാർക്സ് കമ്മ്യൂണിസം പ്രസംഗിക്കുന്നതിന് മുമ്പ് എത്രയോ ഉഗ്രനൊരു സോഷ്യലിസമാണ് പരിസ്ഥ പ്രവാചകൻ ഈദിന്റെ ദിവസം മുസ്ലിങ്ങളെ പഠിപ്പിച്ചതെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഉഗ്രനൊരു സോഷ്യലിസമാണ്. എവരിബഡി ഈസ് ഈക്വൽ. 6ാമതായി പരിസ്ഥ പ്രവാചകൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമം എന്നെ കൂടുതൽ രസകരമായി ചിന്തിപ്പിച്ചൊരു നിയമമാണ്. ഏത് വഴിയിലൂടെയാണോ ഈദ് പ്രാർത്ഥിക്കാൻ പോയത് ആ വഴി കൂടി വിശ്വാസം തിരിച്ചു വരാൻ പാടില്ല. വേറൊരു വഴി കൂടെ വേണം തിരിച്ചു പോകാൻ. ഞാൻ വിചാരിച്ചത് ഇതെങ്ങനെ പറ്റും? നമ്മുടെ ഒരു കെട്ടിടത്തിലാണെങ്കിൽ ആ പോകാനൊരു വഴിയേ ഉള്ളൂ. ആ വഴിയെ പോകണം, ആ വഴി തിരിച്ചു വരണം. പക്ഷെ തുറസായ സ്ഥലത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പോയ വഴിയെ തിരിച്ചു വരാൻ പാടില്ല. വേറൊരു വഴിയെ മാത്രമേ റിട്ടേൺ ചെയ്യാൻ പാടുള്ളൂ. എന്തിനാണ് ഈ വഴി പരിസ്ഥ പ്രവാചകൻ നിശ്ചയിച്ചിരിക്കുന്നത്? വളരെ ശ്രദ്ധേയമായ ഒരു നിയമമാണ്, ഒരു പ്രിൻസിപ്പിളാണ് എൻ്റെ പിന്നിൽ. ഈദ് ആഘോഷിക്കാൻ പോകുന്നൊരു മനുഷ്യൻ അതേ മനുഷ്യനായി തിരിച്ചു വരാൻ പാടില്ല. അവനൊരു പുതിയ മനുഷ്യനായി മാറിയിരിക്കണം. അവൻ ഈ വഴി കൂടെ ഈദ് ആഘോഷിക്കാൻ പോയി. ഈദ് ആഘോഷിച്ചു കഴിഞ്ഞ് അവനൊരു പുതിയ മനുഷ്യനായി മാറണം. അവൻ പുതിയ മനുഷ്യനായി മാറിയ ശേഷം അടുത്ത വർഷം ഈദ് ആഘോഷിക്കാൻ വരുള്ള 1 വർഷക്കാലം അവനൊരു പുതിയ മനുഷ്യനായി ജീവിക്കണം. അതുകൊണ്ട് ഈദ് പ്രാർത്ഥിക്കാൻ ഏത് വഴി കൂടെ പോയോ ആ വഴി കൂടെ മടങ്ങാൻ പാടില്ല. വേറൊരു വഴി കൂടെ വേണം അവൻ വീട്ടിൽ ചെന്ന് കയറാൻ. എന്തൊരു ഉഗ്ര നിയമം! മനുഷ്യനെ മാറ്റിമറിക്കുന്ന, നമ്മൾ മനുഷ്യന് നന്നാവണം, നല്ല മനുഷ്യനാവണം എന്നൊക്കെ വാക്കാൽ പ്രസംഗിക്കും. പക്ഷെ മനുഷ്യനെ മാറ്റിയെടുക്കുന്ന ഒരു ആഘോഷമായി ഈദിനെ പരിസ്ഥ പ്രവാചകൻ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 8ാമതായി ഈദിന് ഒരു പ്രത്യേക പേര് വിളിക്കും സൗദി അറേബ്യ. ഫെസ്റ്റിവൽ ഓഫ് സ്വീറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അറബി ഭാഷയിൽ ആ സ്വീറ്റ് എന്നൊരു വാക്കുണ്ട്. അങ്ങനെ ഈദിനെ വിളിക്കുന്നത് മധുരം നൽകേണ്ട ഒരു ദിവസം എന്നാണ്. വിവാഹം കഴിഞ്ഞ് ഞങ്ങളൊക്കെ മധുരം വെക്കും. ക്രിസ്ത്യാനികൾ മധുരം വെക്കാന്നൊരു ഫംഗ്ഷനുണ്ട്. വിവാഹം കഴിയുമ്പോൾ മധുരം കൊടുക്കും. എന്നാൽ ഈദ് ആഘോഷിക്കുന്നതിന് മുമ്പ് തന്നെ രാവിലെ ഒരു മധുര പലഹാര വിതരണത്തോട് വേണം ഈദ് ആഘോഷിക്കാൻ എന്നാണ് പ്രവാചകൻ. അതുകൊണ്ട് ഇതിനു വേണ്ടി മധുരപലഹാരങ്ങൾ നേരത്തെ ഉണ്ടാക്കി ആ മധുരപലഹാരങ്ങൾ രാവിലെ വീടാന്തോറും കൊണ്ടു കൊടുത്ത് എല്ലാവരും മധുരം കഴിച്ചുകൊണ്ട് വേണം ഈദ് ആഘോഷിക്കും. ദൈവിക സ്വഭാവം കഴിക്കും, ദൈവിക സിദ്ധാന്തം കഴിക്കും. ഓരോരുത്തർ മനുഷ്യരും അത് കഴിക്കാതിരിക്കരുത് എന്നാണ് നിയമം. ഈദ് ആഘോഷിക്കാൻ വേണ്ടി മനുഷ്യർ കണ്ടുപിടിച്ച കുറെ സ്വീറ്റ്സ്
ഇന്ത്യയിലെത്തി ഈ പ്രോസസ്. ഉദാഹരണത്തിന് സോമാലിയായാലും എത്യോപ്യയിലുള്ള ആളുകൾ ഈദ് ആഘോഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പലഹാരമാണ് ഹലോവേ എന്ന് പറയുന്ന പലഹാരം. അതാണ് ഇന്ത്യയിൽ കേരളത്തിൽ കൊണ്ടുവന്ന് നമ്മളിപ്പോൾ ഹൽവ എന്ന് പറയുന്ന ഒരു പലഹാരമായി മാറി. ഈദ് ആഘോഷിക്കാൻ വേണ്ടി സോമാലിയക്കാർ ഇതേപോലെ ഉണ്ടാക്കിയ പലഹാരം അത് അവിടുത്തെ കേരളത്തിൽ നമുക്ക് ഹലുവ ആയി വിവാദപ്പെട്ടു. കോഴിക്കോട് ഹലുവ ഇപ്പോൾ തിരിച്ച് അങ്ങോട്ട് സോമാലിയക്കാർ തിരിച്ചു തുടങ്ങി. നമ്മൾ ഉണ്ടാക്കുന്ന ഹലുവ തിരിച്ച് അവമാനങ്ങൾ തിരിച്ചു തുടങ്ങി. അഫ്ഗാൻകാർ ഈദ് ആഘോഷിക്കാൻ വേണ്ടി പലഹാരം ഉണ്ടാക്കി. അതാണ് ജിലേബി. സന്തോഷത്തിന്റെ പലഹാരമാണ് അഫ്ഗാൻ ഭാഷയിലെ അർത്ഥം. ആ ജിലേബി ഇന്ത്യക്കാർക്ക് കിട്ടിയപ്പോൾ ഈദിൻ്റെ അന്ന് മാത്രമല്ല 365 ദിവസം കിട്ടണമെന്ന് ഇന്ത്യക്കാർക്ക് ആഗ്രഹം. അങ്ങനെ അഫ്ഗാനിൽ നിന്ന് ആ ജിലേബി ഇന്ത്യയിലെത്തി. ഇന്ത്യയിൽ 365 ദിവസം ഉണ്ടാക്കുന്ന പലഹാരമായി ജിലേബി മാറി. ഇതുപോലെയാണ് സൗദി അറേബ്യയുടെ തെക്കൻ പ്രദേശങ്ങളിലും ഒമാനിലും യമനിലുമൊക്കെ അവര് ബിരിയാണി എന്നൊരു സാധനം ഉണ്ടാക്കി. കാരണം ഈ ഉത്സവത്തിന്റെ പേര് തന്നെ ഈദുൽ ബിരിയാൻ എന്നാണ്, സന്തോഷത്തിൻ്റെതായ പെരുന്നാൾ. ആ സന്തോഷത്തെ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ബിരിയാണി ദിവസം ഉണ്ടാക്കിയതാണ് ബിരിയാണി എന്നുള്ള സാധനം. പക്ഷെ ഇന്ത്യക്കാരായി കിട്ടിയ 365 ദിവസവും ബിരിയാണി ഇതിനകത്തിറങ്ങി. ഇതിന് മാത്രം ഉണ്ടാക്കിയ ബിരിയാണി നമ്മൾ അറബ് ദേശത്ത് കൊണ്ടുവന്ന് 365 ദിവസവും തിന്നാം. അത് വേറെ കാര്യം. അത് ഇന്ത്യക്കാരുടെ ഗ്ലട്ടണിയുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. ക്രിസ്ത്യാനികളുടെ 7 കാർഡിനൽ സിൻസിൽ ഒന്നാണ് ഗ്ലട്ടണി. അപ്പോ പലഹാരത്തിൻ്റെതായ ഉത്സവം. അപ്പൊ പലഹാരം കൊണ്ടുപോയി എല്ലാ സ്ഥലത്തും വിതരണം നടത്തി പലഹാരം കഴിച്ചുകൊണ്ട് നമ്മൾ ഈദിന്റെ ദിവസം തുടങ്ങുകയാണ്. 9ാമത്തെ പ്രസിദ്ധമായ നിയമപ്രവാചകൻ ഉണ്ടാക്കി. അത് 12 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരു ഗിഫ്റ്റ് കൊടുത്തിരിക്കണം ഈദിന്റെ അന്ന് എന്നാണ്. പക്ഷേ പ്രവാചകന് എന്താണ് ഗിഫ്റ്റായി കൊടുക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞിട്ടില്ല. ഇന്ന സാധനം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ സാധനം കൊടുത്താൽ മതിയായിരുന്നു. പ്രവാചകൻ ബോധപൂർവമാണോ എന്ന് ഒളിച്ചു വെച്ചെന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം 12 വയസ്സ് താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും ഒരു സമ്മാനം കൊടുത്തിരിക്കണമെന്നാണ്. അപ്പൊ ചിലർ മധുരപലഹാരവും കാൻഡീസും ഒക്കെ കൊടുക്കും. ഇപ്പൊ യൂറോപ്പിലുള്ള ഈദ് ദിവസം യൂറോപ്പിലെ ആളുകൾ കുട്ടികൾ കൊടുക്കുന്നത് ചോക്ലേറ്റിലുള്ള കാൻഡീസ്. അപ്പോൾ ചിലർ മധുരപലഹാരം കൊടുക്കും, ചിലർ പൈസ കൊടുക്കും, ചിലർ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുത്തിരിക്കണം. അപ്പൊ ഒരു വീട്ടിൽ 12 വയസ്സിന് താഴെയുള്ള ആളുകൾ 2 പേരേ ഉള്ളൂ. 12 വയസ്സിന് മേലുള്ള ഒരു 10 പേരുണ്ട്. അപ്പൊ ഈ 2 കുട്ടികൾക്ക് 10 സമ്മാനം കിട്ടും. കാര്യം 10 പേരുടെ സമ്മാനം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നാട്ടിലുള്ള പ്രായമായ ആളുകളുടെ സമ്മാനങ്ങൾ വാങ്ങിച്ചു. വളരെ ചെറുപ്പത്തിലെ ഒരു കുട്ടി അടുത്ത ഈദിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാര്യം കഴിഞ്ഞോടെ എനിക്ക് 10 സമ്മാനം കിട്ടി. അപ്പോ ഇനി അടുത്ത ഈദിനും കിട്ടുമ്പോൾ ഒരു 10 എണ്ണം. ആ കുട്ടി പ്രതീക്ഷയോടുകൂടി ഈദിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 365 ദിവസം. എത്ര സുന്ദരമാണ് പ്രവാചകന്റെ ആ പ്ലാനിങ് അല്ലെങ്കിൽ ആ ഐഡിയയുടെ സംഗ്രഹം എന്നുള്ളത്. ആ നിയമങ്ങൾ ഓരോന്ന് വായിക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. അങ്ങനെ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാനുള്ള ഒരു വലിയ ഉത്സവമായി ഈദിനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. ആ ഈദിന്റെ ദിവസം എല്ലാവർക്കും സന്തോഷത്തിന്റെ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ദിവസം നമ്മൾ ഈദ് മുബാറക് എന്ന് പറയുന്നത്. മുബാറക് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ഈദിന്റെ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹം കൊടുക്കാനുള്ള ദിവസമാണ്. സാധാരണ പുരോഹിതന്മാർക്കും ഗുരുക്കന്മാർക്കും മാത്രമേ അനുഗ്രഹം കൊടുക്കാൻ കൽപ്പിച്ചിട്ടുള്ളൂ എന്നാണ് നമ്മുടെ സങ്കല്പം. പക്ഷെ ഗുരുക്കന്മാർക്കും പുരോഹിതന്മാർക്കും മാത്രമല്ല, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹം വർഷിക്കാനുള്ള അത്ഭുതകരമായ ദിവസമാണ് ഈദ് മുബാറക് എന്ന് പറയുന്നത്. ആ വലിയ ഫെസ്റ്റിവൽ ലോകമെങ്ങും സന്തോഷം ആഘോഷിക്കുന്ന ഒരു വലിയ ഫെസ്റ്റിവലായി പ്രവാചകൻ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് സംഗീതത്തിനുള്ള പ്രാധാന്യം ആണ്. ഇതിന്റെ ദിവസം രാവിലെ കുട്ടികൾ പാടാൻ തുടങ്ങി. അപ്പോ അദ്ദേഹത്തെ പിന്തുടർന്ന ഖലീഫായ അദ്ദേഹത്തിന്റെ ഭാര്യ ഐഷയുടെ അച്ഛൻ അബൂബക്കർ അദ്ദേഹം പറഞ്ഞ് പാടി വേണമെന്നുണ്ടാകാതിരിക്കാൻ മതി. ഈ പറയുന്ന കൽപ്പന കേട്ട് പരിസരപ്രവാചകൻ വീട്ടിൽ നിന്ന് പുറത്തു വന്നു. അദ്ദേഹം പറഞ്ഞു, അബൂബക്കറെ, എന്ത് അവിവേകമാണ് നീ പറയുന്നത്? ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. ഇന്ന് കുട്ടികളെല്ലാം പാടി ഉല്ലസിക്കണം. സൂര്യാസ്തമനം വരെ ഒരു പാടി ഉല്ലസിക്കണം. അവരെ തടയരുതെന്ന് പറഞ്ഞു. ഇത് പ്രവാചകന്റെ ഭാര്യയായ ഐഷ തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഐഷയുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകം. അതിനകത്ത് ഐഷ തന്നെ രേഖപ്പെടുത്തിയ പ്രവാചകനെ പറ്റിയുള്ള സുന്ദരമായ ഒരു കൽപ്പനയാണ്. അപ്പോൾ ഈദ് എന്ന് പറയുന്നത്
സംഗീതം ആലപിച്ച് സന്തോഷിക്കാനുള്ള വലിയ ദിവസമായി പ്രവാചകൻ കൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ 10 നിയമങ്ങൾ, കുറേയേറെ നിയമങ്ങളുണ്ട്. അതെല്ലാം എങ്ങനെ തക്ബീർ വിളിക്കണം, എത്ര തവണ വിളിക്കണം എന്നൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട്. അതിലൊന്നും എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ മഹത്തരമാക്കിയ ഈ 10 കൽപ്പനകൾ തന്നെ പ്രവാചകൻ എഴുതി നമുക്ക് തന്നിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു ആഘോഷമായി ഇത് ആഘോഷിക്കണം എന്ന വലിയ ഒരു സങ്കല്പത്തിലാണ്. അതുകൊണ്ട് ഈദിൻ്റെ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷമായ ഈദ് മുബാറക് ആശംസിക്കുവാൻ എനിക്ക് പ്രത്യേകമായ സന്തോഷം ഉണ്ട്. നിങ്ങളുടെ പെരുമാതുറ കേരള ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇന്ന് നിങ്ങളൊരു ഫിഷർമെൻ വില്ലേജായി താഴോട്ട് പോയിട്ടുണ്ടോ എന്നൊരു സംശയം. AD 1014 ചോള സൈന്യം മധുരയിൽ നിന്ന് വന്ന് തിരുവനന്തപുരം പിടിക്കാൻ വേണ്ടിയുള്ള വരവിൽ അവർ തിരുവനന്തപുരത്തിൻ്റെ 12 കിലോമീറ്റർ തെക്ക് വരെ എത്തി. എന്നാൽ ഇന്നത്തെ കന്യാകുമാരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അന്നത്തെ ഒരു തുറമുഖമായിരുന്ന വിഴിഞ്ഞം, ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലം, അത് പിടിച്ചടക്കി വിഴിഞ്ഞം തലസ്ഥാനമാക്കിയാണ് അദ്ദേഹത്തിൻ്റെ തെക്കൻ തലസ്ഥാനം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് വിഴിഞ്ഞത്തിന് മുഴുവൻ പേര് വിഴിഞ്ഞം രാജേന്ദ്ര ചോള പട്ടിണം എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. വിഴിഞ്ഞം രാജേന്ദ്ര ചോള പട്ടണം. ഇപ്പോൾ നമ്മൾ രാജേന്ദ്ര ചോളപട്ടണം പറയുന്നില്ല, വിഴിഞ്ഞം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ഈ രാജാക്കന്മാരുടെ പ്രധാന തുറമുഖം നഷ്ടപ്പെട്ടപ്പോൾ ഈ രാജാക്കന്മാർ രണ്ടാമതായി ഉണ്ടാക്കിയ പ്രസിദ്ധമായ തുറമുഖമാണ് പെരുമാതുറ. അത് മറ്റെല്ലാ തുറകളെക്കാളും വലുതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് പെരിയ എന്ന വാക്ക് ചേർത്ത് പെരുമാതുറ എന്ന് പറയാം. വലിയ തലസ്ഥാനം, വലിയ തുറമുഖം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ വിഴിഞ്ഞം നഷ്ടപ്പെട്ടപ്പോഴും ഈ രാജാക്കന്മാരുടെ മാരിടൈം ട്രേഡിനെ വികസിപ്പിച്ച അതിശ്രേഷ്ഠമായൊരു പട്ടണമാണ്. 1000 വർഷം പഴക്കമുള്ള നിങ്ങളുടെ ഗ്രാമത്തിൽ ഇങ്ങനെയൊരു സഹൃദയ വേദി വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നറിയുന്ന വളരെ സന്തോഷം. അവരുടെ ഇന്നത്തെ എല്ലാ ഫെസ്റ്റിവൽസിനും ഇന്നത്തെ ഈ സമ്മേളനത്തിനും എല്ലാ ഭാഗ്യവും ആശംസിച്ചുകൊണ്ട് ഇത് സസന്തോഷം ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കും. ബഹുമാന്യനായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാർ ഞങ്ങളുടെ ഈദ് സംഗമത്തിൽ വന്ന് ഇത്ര ആഴത്തിൽ നബി ചെയ്യുകയും നബിയുടെ പ്രവർത്തനങ്ങളെയും പഠിക്കുകയും അത് മുസ്ലിങ്ങളായ ഞങ്ങളുടെ മുമ്പിൽ വളരെ ആധികാരികമായി വിവരിക്കുകയും ചെയ്ത് സ്നേഹതീരത്തിനോട് ഉള്ള കടപ്പാട് ഞാൻ അങ്ങേ അറിയിക്കുകയാണ്. എല്ലാവരും അദ്ദേഹത്തിനോട് കടപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, പരിശുദ്ധ റമദാൻ മാസത്തിൽ ആണ് ഖുർആൻ ഇറങ്ങിയത്. ഇഖ്റയുടെ സന്ദേശവുമായിട്ടാണ് ഖുർആൻ ഇറങ്ങിയത്. നിരക്ഷരനായ മുഹമ്മദ് നബിയിലൂടെയാണ് ഖുർആൻ ഈ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നത്. നമ്മളെല്ലാം നമസ്കാരത്തിൽ കാണാതെ പാരായണം ചെയ്യുന്നതും ഖുർആനാണ്. മറ്റ് പ്രാർത്ഥനകളിലെല്ലാം ബൈബിളാകട്ടെ രാമായണമാകട്ടെ പ്രാർത്ഥനകളിൽ അത് തുറന്നു വെച്ച് പാരായണം ചെയ്യും. പക്ഷേ മുസ്ലിങ്ങൾ അവരുടെ നമസ്കാരങ്ങളിൽ കാണാതെ ഖുർആനെ പാരായണം ചെയ്യുന്നു. അങ്ങനെ ഖുർആനെ മുഴുവൻ ഹൃദിസ്ഥമാക്കേണ്ട നമുക്ക് എത്രമാത്രം അതിനെക്കുറിച്ച് അറിയാമെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തോടുകൂടി നമ്മൾ സ്വയം നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനോട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.